ജോബ് ആപ്ലിക്കേഷൻ അല്ലെ CV എന്ന് പറയും. CV എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടാണ് അലൻ സാർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്താണ് വേണ്ടത്? ജോബ് ആപ്ലിക്കേഷൻ അല്ലെ CV നമ്മൾ എന്ത് എഴുതണം? നമ്മളൊരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്താണ് നമ്മുടെ വ്യത്യാസങ്ങൾ വരിക? ആദ്യം തന്നെ ഫ്രം വരും, നമ്മുടെ സെയിം സാധനം ഫ്രം, ഡേറ്റ് സെയിം, പിന്നെ ഇവിടെ എന്താ ടു, അത് റെഡി. ഇവിടെ എഡിറ്ററിന് വരും എന്താ HR മാനേജർ അല്ലെ മാനേജർ എന്ന് വരും അല്ലെ, അല്ലെങ്കിൽ എന്താ പിന്നെന്താ സാറിന് വരും, സാല്യൂട്ടേഷൻ സെയിം, സാല്യൂട്ടേഷനും സെയിം. പിന്നെന്താ സബ്ജക്റ്റ് മാറും, സബ്ജക്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ വരിക? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്. എന്താണ്, നിങ്ങൾ ക്ലീനിങ് ലേഡി ആയിട്ടാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണോ, അല്ലെങ്കിൽ എന്താ അക്കൗണ്ടന്റ് ആയിട്ടാണോ? എന്താണ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടന്റ് എഴുതുക, അവിടെ പോസ്റ്റ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ്, നിങ്ങളുടെ ആ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ എഴുതുക. വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഹിന്ദു അല്ലെ ദ മലയാള മനോരമ, മാതൃഭൂമി, ഡേറ്റഡ് 5th October, 5ാം തീയതി ഒക്ടോബർ നിങ്ങളിട്ട പരസ്യത്തിനാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. I would like to offer my services or myself as a candidate for the post of accountant. അവിടെ പോസ്റ്റ് ചെയ്ത ഇൻ യോർ എസ്റ്റീംഡ് ഓർഗനൈസേഷൻ. അതെന്താ ഇൻ യോർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നവുമല്ല. ഞാൻ കാണുന്നുണ്ട് ചാറ്റ്, ഞാൻ പറ്റുന്ന അത്രയും സെമിനാറൊക്കെ കവർ ചെയ്യാം. ഓക്കെ, കോഹേസീവ് ഡിവൈസ് ഞാൻ കണ്ടിട്ടില്ല എത്രയായിട്ടും, എന്താണ് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഡോണ്ട് വറി. അപ്പൊ ഇത് ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പം ഇനി എന്താണ് വേണ്ടത്? ഐ വിൽ ബി ഹൈലി ഒബ്ലൈജ്, ഐ വിൽ ബി വെരി താങ്ക്ഫുൾ ഇഫ് യു കുഡ് സെലക്ട് മീ ഓർ അങ്ങനെ എംപ്ലോയ് മൈ സർവീസസ് എന്നൊക്കെ പറയാം. ഐ വിൽ ബി ഹൈലി ഒബ്ലൈജ് ഇഫ് യു കൈൻഡ്ലി സെലക്ട് മീ ഫോർ ദ പോസ്റ്റ്. മൈ കരിക്കുലം വിറ്റേ, മൈ CV, എന്റെ ബയോഡേറ്റ CV അല്ലെ റെസ്യൂമേ is enclosed here with for your kind perusal. Okay, okay. അപ്പൊ അതും കഴിഞ്ഞു, നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. I have attached my biodata അല്ലെ റെസ്യൂമേ അല്ലെ CV along with this. ഓക്കെ, റെഡി അല്ലേ? പിന്നെ യോ സിൻസിയർലി സൈൻഡ് അപ്പുക്കുട്ടൻ. എന്താണ് ഇവിടെ വ്യത്യാസം? ഇവിടെ ഒരു പാരഗ്രാഫ് വ്യത്യാസം. ഇവിടെ എന്താ ഒരു പാരഗ്രാഫ് ഉള്ളൂ, നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്ത് നമ്മൾ ഇത് കണ്ടിട്ടാന്ന് പറയുന്നു. പിന്നെ സബ്ജക്ട് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറയും. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. കഴിഞ്ഞില്ല, ജോബ് ആപ്ലിക്കേഷൻ കഴിഞ്ഞോ? ഇല്ല, ഇനിയാണ് മെയിൻ കാര്യം വരുന്നത്. ഇതാണ് നമ്മൾ അടുത്ത ഭാഗത്ത് എഴുതുന്നത്. നമുക്ക് താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ കരിക്കുലം വിറ്റേ. നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ CV അല്ലെ റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ. അതാണിത്. ആദ്യം തന്നെ ഫുൾ നെയിം എഴുതുക. അപ്പുക്കുട്ടൻ PP. ഞാൻ PP എഴുതാൻ മറന്നുപോയി, ഫുൾ നെയിം തന്നെ വേണം അല്ലെ, M എന്നിടുക അല്ലെ. അപ്പുക്കുട്ടൻ എന്നാണ് നമ്മുടെ ഫുൾ നെയിം, അപ്പുക്കുട്ടൻ M. ഫുൾ നെയിം എഴുതുക. നിങ്ങൾക്ക് കാണുന്നില്ല സൂം ആയിട്ട്? യെസ്. പിന്നെന്താണ് ഫാദേഴ്സ് നെയിം? മഹാദേവൻ അല്ലെ, മഹാദേവൻ ഫാദേഴ്സ് നെയിം അല്ലെ മദേഴ്സ് നെയിം, ഏതെങ്കിലും ഒരു സ്റ്റൈലിന് എഴുതിക്കോ. പിന്നെന്താണ് വേണ്ടത്? അഡ്രസ് ഹൗസ് നമ്പർ 732 ABCD 123 കേരള. ഇത്ര മതി, ഓവർ ഇത് വേണ്ട. പിന്നെന്താണ് വേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത് 10th October 2000. ശ്രദ്ധിക്കണം, നിങ്ങൾ വല്ല 2005 2006 കൊടുത്താൽ എന്താ, നിങ്ങൾക്ക് ജോലി എടുക്കാൻ പ്രായമായിട്ടുണ്ടാവില്ല. അതിനനുസരിച്ച് പ്രായം കൊടുക്കണം, അതിനനുസരിച്ച് നമ്മുടെ അച്ചീവ്മെന്റ്സും കൊടുക്കണം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഓക്കെ, പിന്നെന്താണ് ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പൊ അതിനനുസരിച്ച് കുറച്ച് വയസ്സുകാരെ കൊടുത്തു. ഓക്കെ, പിന്നെന്താണ് മാരിറ്റൽ സ്റ്റേറ്റസ്. അപ്പുക്കുട്ടൻ നമ്മളിപ്പോ പറയുന്നത് കല്യാണം കഴിച്ചില്ല എന്ന്, അപ്പോൾ അൺമാരീഡ് എന്ന് പറയുന്നു. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എഴുതുക. 2 years അറ്റ് മൈക്രോസോഫ്റ്റ് നല്ല എഴുതുക. എന്ത് എഴുതി വെച്ചോ? റെഫറൻസ് ആരാണ്? നിങ്ങൾ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളെ, അവിടുത്തെ മാനേജർ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുടെ റെഫറൻസ് ആണ് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ NA എന്ന് എഴുതി വെക്കുക, നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതി വെക്കുക. ഓക്കെ, റെഡി? അത് കഴിഞ്ഞു. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. എന്താണ് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്? നമ്മളിങ്ങനെ ടേബിൾ എഴുതി വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, റെഡി? ഫസ്റ്റ് എന്താണ്? SSLC കഴിഞ്ഞു ABCD സ്കൂളിൽ നിന്ന് 2015. എത്ര മാർക്കാ? എക്സാമിനർ സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്കറിയാം ഫുൾ A+ ഉള്ളൂ, ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെന്താ രണ്ടാമത്തത്? HSS അല്ലെ, നിങ്ങൾക്കറിയാം ക്ലാസ് 12 അല്ലെ +1 +2 എന്ന് എഴുതാം. XYZ സ്കൂളിൽ നിന്ന് 2017 1200 1200 അപ്പുക്കുട്ടന് കിട്ടി. അപ്പുക്കുട്ടൻ ആള് വിറ്റാണേലും പഠിക്കും, അടിപൊളിയായിട്ട് പഠിക്കും, കാരണം മാർക്ക് നിങ്ങൾക്ക് കാണാം ഇവിടെ. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയാൽ നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷനിലെ CV കഴിഞ്ഞു. ഇതാണ് റെസ്യൂമേ എന്ന് പറയാ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ഇട്ടോ, ഇത്ര തന്നെ ധാരാളമാണ്. ഓക്കെ, റെഡി അല്ലേ? വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ പഠിച്ചിരിക്കുക. ആകെ വ്യത്യാസം എന്താ? 3 പാരഗ്രാഫിന് പകരം 1 പാരഗ്രാഫ് മതി. അത് കഴിഞ്ഞിട്ട് CVയിൽ നമ്മുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ്, ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ്, അഡ്രസ്, പിന്നെന്താണ് വേണ്ടത്? എക്സ്പീരിയൻസ്, മാരിറ്റൽ സ്റ്റേറ്റസ്, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ.
ഓക്കെ, ഇത്ര മതി. ഇപ്പോഴുള്ളൂ നമ്മുടെ എന്താണ് നമുക്ക് വേണ്ടത്? CV കഴിഞ്ഞു. നിങ്ങൾ CV ചോദിച്ചു, ഞാൻ പഠിപ്പിച്ചു തന്നു.